അഞ്ചാമത്തെ പ്രശ്നം ഇവർക്ക് കോൺസ്റ്റിപ്പേഷൻ. കാരണം ഒന്ന്, ഇവർ ഫുഡ് കഴിക്കുന്നത് ഭയങ്കര കുറവാണ്, വെള്ളം കുടിക്കുന്നത് കുറവാണ്, നാരടങ്ങിയ ഭക്ഷണം ഇല്ല, ഇവരുടെ ആക്ടിവിറ്റി കുറവാണ്. അപ്പം ഈ പല കാരണങ്ങൾ കൊണ്ടാണ് ഇവർക്ക് കോൺസ്റ്റിപ്പേഷൻ വരുന്നത്. ഇവരുടെ മസിലുകളുടെ അബ്ഡോമിനൽ മസിൽസ് അല്ലെങ്കിൽ കുടലിൻ്റെ മസിൽസിന് ശക്തി ഭയങ്കര കുറവാണ്, പ്രോപ്പർ ഡൈജഷൻ നടക്കുന്നില്ല. അപ്പോൾ ഇവർക്ക് കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഡയറ്റിൽ ചേഞ്ചസ് വരുത്തുന്നു, നമ്മൾ ഫുഡ് നമ്മുടെ തന്നെ ചേഞ്ചസിൽ ചിലപ്പോൾ കുറച്ചൊരു പരിധി വരെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാകും. ചിലപ്പോൾ നമ്മൾ ലാക്സേറ്റീവ്സ് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ സപ്പോസിറ്ററീസ് വെക്കേണ്ടി വരും. അപ്പോൾ അമ്മയെ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും. നാലാമത്തെ ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ കുഞ്ഞിനുണ്ടാകുന്ന ഒരു പ്രശ്നം മാൽ ന്യൂട്രീഷൻ, ഫെയിലിയർ ടു ത്രൈവ് വരാനുള്ള സാധ്യതയുമുണ്ട്. അടുത്ത ആറാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്ക് തെർമോ റെഗുലേറ്ററി മെക്കാനിസംസ് ഇവരുടെ ബോഡി, അതായത് ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് പ്രശ്നം കാരണം തെർമോ റെഗുലേറ്ററി മെക്കാനിസംസ് ഇംബാലൻസ് കാരണം ഇവർക്ക് ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവർക്ക് ചിലപ്പം എപ്പോഴും പനിക്കുന്നത് പോലെ തോന്നും. അപ്പോൾ നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നോക്കിയിട്ട് മാത്രം കാര്യങ്ങളെല്ലാം ചെയ്യാം. അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്ക് ഉറക്കക്കുറവ്. കാരണം ഇവരുടെ ആ ഒരു റിതം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് ഉറക്കക്കുറവ് വേദന കാരണം വരാം, പൊസിഷണൽ ഇഷ്യൂസ് കാരണം വരാം, ഇവർക്ക് പ്രോപ്പറായിട്ട് കിടക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം, കോൺസ്റ്റിപ്പേഷൻ കാരണമൊക്കെ ആയിരിക്കാം. അപ്പം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡോക്ടർ തരുന്നതിനനുസരിച്ച് മരുന്നുകൾ കൊടുക്കാം. പക്ഷേ ഓവർ ദ കൗണ്ടർ മരുന്നുകൾ ഒരിക്കലും കൊച്ചിന് ഉറക്കത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചു കൊടുക്കാനേ പാടുള്ളതല്ല. ചിലപ്പോൾ ഫിറ്റ്സ് ഒക്കെ ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അപകടം വരാൻ സാധ്യതയുണ്ട്.